ഒരു നിശ്ചിത പ്രായമാകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭംഗിയുള്ളതുമായ ബാല്യകാലവും കൗമാര കാലഘട്ടമൊക്കെ അവർ ചിലവഴിക്കുന്നത്, ജീവിച്ചു തീർക്കുന്നത് ക്ലാസ് റൂമുകളിലും സ്കൂൾ ക്യാമ്പസുകളിലുമാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിട്ട് തീർക്കുമ്പോൾ എന്താണ് ഓരോ സ്കൂളിനും ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ ജീവിതത്തിലുള്ള പങ്ക് എന്ന് നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയൊരു ചോദ്യമാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് രക്ഷിതാക്കന്മാർക്കും അധ്യാപകർക്കും സ്കൂൾ അധികാരികൾക്കും ഒരു വ്യക്തത ഇല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാക്കാവുന്നത് പലതരത്തിലുള്ള വെല്ലുവിളികളാണ്. ഒരു കുട്ടിക്ക് നല്ല സ്കൂൾ കാലഘട്ടം സമ്മാനിക്കുക എന്നുള്ളത് അതിശക്തമായൊരു വ്യക്തിത്വത്തിന് അടിത്തറ പാകുക എന്നുള്ളത് തന്നെയാണ്. കുട്ടിക്ക് എല്ലാ അർത്ഥത്തിലും വളർന്നു വരാനുള്ളൊരു സാഹചര്യം സ്കൂളുകളിൽ നിലനിൽക്കണമെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കന്മാരും തമ്മിലുള്ള ബന്ധവും അവർ തമ്മിലുള്ള ആശയവിനിമയവും വളരെ ഇഫക്റ്റീവും പ്രൊഡക്റ്റീവുമാകണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. തൻ്റെ കുട്ടി പഠിക്കുന്ന സ്കൂളായിരിക്കണം ഏതൊരു രക്ഷിതാവിനും ഏറ്റവും ബെസ്റ്റ് സ്കൂൾ. ഈ ഒരു മെസ്സേജ് അവരുടെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് രക്ഷിതാവിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. പല സബ്ജക്റ്റിലുള്ള അറിവുകൾ നേടുന്നതോടൊപ്പം തന്നെ സ്വഭാവവും മൂല്യങ്ങളും ശീലങ്ങളും ബന്ധങ്ങളും അങ്ങനെ ജീവിതത്തെ തന്നെ എങ്ങനെ നോക്കിക്കാണണമെന്നൊക്കെ പഠിക്കുന്നത് നമ്മൾ അറിയാതെ ഈ ഒരു കാലഘട്ടത്തിലാണ്. പാരൻസ് ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളാണ് സ്കൂൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് ഏതെങ്കിലുമൊക്കെ റിസൾട്ട് അറിയാൻ വേണ്ടി മാത്രമാകരുത്. ചില മാസങ്ങളിൽ നമ്മൾ പോകുകയും വളരെ കാഷ്വലായിട്ട്, അൺകണ്ടീഷണലായിട്ട്, അജണ്ടകളില്ലാതെ നമ്മളെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായി സംസാരിക്കുക. അത് അവൻ്റെ റിസൾട്ട് അറിയാനോ ഗ്രേഡ് അറിയാനോ മാത്രമായിരിക്കരുത്, അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് അറിയാനുള്ള ചില മീറ്റിങ്ങുകൾ നടത്തുക എന്നുള്ളത്. ജപ്പാനിലെ പല സ്കൂളുകളും വിസിറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചപ്പോൾ പല ക്ലാസ് റൂമുകളും കയറി ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, LKG മുതലുള്ള എല്ലാ ക്ലാസ് റൂമുകളിലും മോപ്പുകളും ചൂലുകളും ക്ലീൻ ചെയ്യാനുള്ള ടവലുകളൊക്കെ ഓരോ കുട്ടിക്കും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് അറിവുകൾ മാത്രമല്ല നൽകുന്നത്, അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കുകയാണ് എന്നുള്ളതാണ്. നമ്മളിൽ എത്ര പേര് നമ്മുടെ കുട്ടിയുടെ ക്ലാസ് ടീച്ചറെ കാണുമ്പോൾ എൻ്റെ കുട്ടി ഈ ക്ലാസ് റൂം അവസാനമായി ക്ലീൻ ചെയ്തത് എപ്പോഴാണെന്ന് ചോദിച്ചിട്ടുണ്ട്? ലോകത്തുള്ള എല്ലാ വസ്തുക്കളെക്കുറിച്ചും പഠിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ലൈഫ് സ്കില്ലുകൾ നമ്മളെ മക്കൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഓരോ രക്ഷിതാക്കന്മാരും ഉറപ്പുവരുത്തുകയും അതിന് പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും നമ്മൾ സ്കൂളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട്. സ്കൂളുകൾ ഇൻഫർമേഷൻ സെൻറ്റർ എന്നതിനപ്പുറത്തേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ സെൻറ്ററായി മാറേണ്ടതുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കന്മാർക്കും അധ്യാപകർക്കും വളരെ സന്തോഷകരവും അർത്ഥവത്തും പ്രചോദനകരവുമായ ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുന്നു.